ക്ലാസ് റൂമിൽ വീണതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ അധികൃതർ ചികിത്സ നിഷേധിച്ചതായി പരാതി. വെട്ടിക്കാട്ടിരി SNLP സ്കൂളിനെതിരെയാണ് രക്ഷിതാക്കൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാമിൽ സുനിൽ ജൂൺ 11 ഉച്ചയോടെയാണ് ക്ലാസ് റൂമിൽ വീണത്. വീഴ്ചയിൽ കുട്ടിയുടെ മുൻഭാഗത്തെ 2 പല്ലുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുകയും മറ്റു പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് രക്ഷിതാക്കൾ എത്തിയതിനു ശേഷമാണ് വിദ്യാർത്ഥിയെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചതെന്നാണ് ആരോപണം. അപകട വിവരം പോലീസിലോ മറ്റ് അധികൃതർക്കോ നൽകരുതെന്നും വിദ്യാർത്ഥിക്ക് ആവശ്യമായ ചികിത്സ നൽകാമെന്നും സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾക്ക് ഉറപ്പ് നൽകിയത്രേ. എന്നാൽ കുട്ടിയുടെ ചികിത്സയ്ക്ക് 1,70,000 രൂപ ചെലവ് വരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചപ്പോൾ സ്കൂൾ അധികൃതർ പിന്മാറിയെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അന്ന് ഞാനിത് കംപ്ലൈന്റ് ചെയ്യും, പോലീസിൽ ഇത് ഇങ്ങനെ എന്തായാലും കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ ഇത് വന്നപ്പോൾ അവര് HM അടുത്ത് കൈകൂപ്പിയിട്ട് പറഞ്ഞു, 8-10 ടീച്ചർമാരുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത്, പിന്നെ 100-200 കുട്ടികൾ പഠിക്കുന്നതാണ്, അവരുടെ ഭാവി ഇല്ലാണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇത് നടപടി പോയി കഴിഞ്ഞാൽ, മേലെ നിന്നുള്ള നടപടി വന്നു കഴിഞ്ഞാൽ സ്കൂൾ അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥ വരുന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മളത് വിശ്വസിച്ചു. അപ്പൊ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ പരാതി കൊടുക്കാൻ ഒന്നിനും പോയിണ്ടായില്ല. പിന്നീട് ഇപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ അതിനുശേഷം നമ്മളൊരു ട്രീറ്റ്മെന്റിനായിട്ട് അവിടെ ചെറുതിലുള്ള DK എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് അവർ തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എസ്റ്റിമേറ്റ് ബില്ല് തന്നു. ആ എസ്റ്റിമേറ്റ് ബില്ല് ഏകദേശം ഇത്രയാവുന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ എമൗണ്ട് കണ്ടപ്പോൾ മാനേജ്മെന്റിന് കൊടുത്തപ്പോൾ പറഞ്ഞത്ര ഇത്രയും ഇതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇത് ക്ലാസ് ടീച്ചറെ ക്ലാസ്സിൽ വെച്ച് നടന്നതല്ലേ, അതുകൊണ്ട് ഇതിന്റെ എല്ലാ ഇതും ക്ലാസ് ടീച്ചർ തന്നെ എടുക്കണം എന്നുള്ളതൊക്കെ ഇതിലാണ് പറഞ്ഞത്. ശക്തമായ മഴയിൽ ക്ലാസ് റൂമിൽ തളം കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടിയാണ് വിദ്യാർത്ഥി വീണതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. കൂലിപ്പണിക്കാരനായ വെട്ടിക്കാട്ടിരി താഴപ്ര വെള്ളൂർ വീട്ടിൽ സുനിലിന്റെയും ഷമിതയുടെയും 3 മക്കളിൽ ഇളയവനാണ് ഷാമിൽ. മകന് നല്ല ചികിത്സ നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. TCV ചെറുതുരുത്തി.